സമ്പറിൻ ബദൽഹേം എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സിനിമയെക്കുറിച്ച് എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ റിലീസ് ചെയ്ത ശേഷം അതിൻ്റെ ഒരു പ്രസ് മീറ്റിലൊക്കെ അതിൻ്റെ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ ഡയറക്ടർ സിബി മലയിലും അതിലുള്ള ബാക്കിയുള്ള കസിൻസൊക്കെ അവരൊക്കെ അന്നത്തെ കുട്ടികളായിരുന്ന കസിൻസൊക്കെ എല്ലാവരും ഏറ്റവും കൂടുതൽ എല്ലാവരും സംസാരിച്ചത്, ഒരുപാട് പേര് ആ സിനിമയിൽ അഭിനയിച്ചെന്നവർ ഇപ്പം ഇല്ല, ഇവർ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് കലാഭവൻ മണിയെയാണ്, അല്ലെങ്കിൽ മണിയുമായിട്ടുള്ള ഓർമ്മകളൊക്കെ ഇവർ പങ്കുവച്ചിരുന്നു. അപ്പോൾ ഞാൻ കലാഭവൻ മണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് ചെറിയ ഒരു ഇൻസിഡൻസ് ഇപ്പോൾ ഈ അടുത്ത് ചില ആർട്ടിക്കിൾസിൽ ഞാൻ വായിച്ച ഒന്ന് രണ്ട് ചില കഥകൾ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കലാഭവൻ മണിയുടെ ഒരു ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധായകൻ എന്ന് പറയുന്നത് വിനയൻ തന്നെയാണ്. നമുക്കറിയാം, വിനയൻ്റെ തന്നെ കല്യാണ സൗഗന്ധികം എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് കലാഭവൻ മണി ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതൊക്കെ സല്ലാപൊക്കെ കഴിഞ്ഞിട്ടുള്ള 4-മത്തെയോ 5-മത്തെയോ ഒരു സിനിമയാണ് കല്യാണ സൗഗന്ധികമൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് 99 ആക്കിയപ്പോഴാണ് വളരെ ഒട്ടും പ്രതീക്ഷയില്ലാതെ ചെറിയ ബഡ്ജറ്റിൽ വന്ന് ബ്ലോക്ക് ബസ്റ്ററായി മാറിയ സിനിമയാണ് വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും. അത് കഴിഞ്ഞ് പിന്നെ കരുമാടിക്കുട്ടൻ എന്ന് പറയുന്ന ഒരു സിനിമ വിനയൻ ചെയ്തു. അപ്പോൾ വിനയന് വളരെ ഇഷ്ടമുള്ള ഒരു നടനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വിനയനോട് ഭയങ്കര എന്താ പറയുക ഒരു ഗുരു സ്ഥാനീയനായൊക്കെയാണ് വിനയനെ കലാഭവൻ മണി കാണാറുള്ളത്. അങ്ങനെ കലാഭവൻ മണി അങ്ങനെ വിനയൻ ചെയ്യാനിരുന്നിരുന്ന അത് വിനയൻ ദിലീപിന് വെച്ച് പ്ലാൻ ചെയ്ത്, നമുക്കറിയാം ദിലീപും വിനയൻ്റെ 6ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ദിലീപിന് വെച്ച് പ്ലാൻ ചെയ്ത ഒരു സിനിമയാണ് ഓമപ്പെണ്ണിന് ഉരിയാട പയ്യൻ. പിന്നീട് ഇവർ തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാണ് പുതുമുഖമായിരുന്ന ജയസൂര്യനെ അതിൽ നായകനാക്കിയത്. പക്ഷെ അപ്പോഴും ദിലീപ് മാറിയെങ്കിലും അപ്പോഴും വിനയൻ അതിൽ ഒരു പ്രധാന വേഷത്തിൽ കലാഭവൻ മണീനെ ആലോചിച്ചിരുന്നു. അതായത് മണിക്ക് അതിലൊരു വലിയൊരു റോള് എന്തായാലും ഉണ്ട് എന്ന രീതിയിൽ തന്നെ ഷൂട്ടിംഗ് എല്ലാം ഫിക്സ് ചെയ്തു. ആ സമയത്ത് തന്നെയാണ് ദിലീപ് കുബേരൻ എന്ന് പറയുന്ന ഒരു സിനിമയിലും അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ കുബേരൻ്റെ കഥ നമുക്കറിയാം. കുബേരനിൽ കലാഭവൻ മണി അതിൽ ദിലീപിൻ്റെ കൂടെ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറാണ്. ശരിക്കും ആ ഒരു ക്യാരക്ടർ അന്ന് സലീം കുമാറായിരുന്നു. പക്ഷേ സലീം കുമാറിന് അതിൽ കുറച്ച് ഫിസിക്കലി കുറച്ച് എന്താ പറയുക, അതായത് ഇവരൊക്കെ എടുത്ത് പൊക്കി കൊണ്ടുപോകുന്ന ഒരു സീനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ കാരണം സലീം കുമാറിന് പറ്റില്ല എന്ന് മാറിയിട്ടാണ് കലാഭവൻ മണി അന്ന് ഒരുപാട് തിരക്കുള്ള സമയമാണെങ്കിൽ പോലും ദിലീപ് വിളിച്ചിട്ടാണ് കലാഭവൻ മണി ആ റോള് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജെമിനി എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് കലാഭവൻ മണിക്ക് ഓഫർ കിട്ടുന്നത്. അതിനു മുമ്പ് കലാഭവൻ മണി 2 തമിഴ് സിനിമകളിലാണ് മെയിനായിട്ട് അഭിനയിച്ചിരുന്നത്. പക്ഷെ ആ രണ്ടും വലിയ ശ്രദ്ധിക്കപ്പെട്ടില്ല. മണിക്ക് അതുകൊണ്ട് വലിയ ഗുണം കിട്ടാത്തതുകൊണ്ട് ജെമിനിയിലേക്ക് വിളിച്ചപ്പോൾ പോണ്ട എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ ദിലീപ് പറഞ്ഞു ജെമിനി വിടരുത് എന്നും പറഞ്ഞിട്ടാണ് ദിലീപിൻ്റെ കൂടി ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷനും കൂടിയാണ് പോയിട്ട് ജെമിനി ചെയ്തത്. അപ്പോൾ ജെമിനിയിൽ നമുക്കറിയാം, ആ സിനിമ കണ്ടവർക്ക് അറിയാം, വിക്രം എന്ന് പറയുന്ന ഒരു നടൻ്റെ ഓപ്പോസിറ്റ് നിന്ന് കലാഭവൻ മണിക്ക് അന്ന് ജെമിനി 2002 ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ പോയി കണ്ടവർക്കൊക്കെ അറിയാം എത്രത്തോളം കലാഭവൻ മണിക്ക് അന്യഭാഷയിൽ വലിയൊരു ഓപ്പണിംഗ് കൊടുക്കാൻ കാരണമായ ഒരു ക്യാരക്ടറും റോളുമാണ് ജെമിനിയിൽ. അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ നമുക്കറിയാം, അവർ മത്സരിച്ചാണ് വിക്രമും മണിയൊക്കെ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ജെമിനിയിൽ കമ്മിറ്റ് ചെയ്തു. അപ്പോൾ ദിലീപ് പറഞ്ഞതുകൊണ്ട് ജെമിനി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എനിക്കൊണ്ട് കുബേരന് ജെമിനിയൊക്കെ ഏകദേശം ഒരേ സമയത്തൊക്കെ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഈ സമയത്താണ് ജയസൂര്യയുടെ ഒരു കാലിന് ചെറിയൊരു ഫ്രാക്ചർ പറ്റിയിട്ട് ഓമപ്പെണ്ണിൻ്റെ ഷൂട്ട് നീണ്ടുപോയി. അപ്പോൾ ആ ഒരു ഓമപ്പെണ്ണ് ബ്രേക്ക് ആയപ്പോഴാണ് കലാഭവൻ മണി മാറി ജെമിനിലോട്ട് പോയത്. പക്ഷെ വീണ്ടും പെട്ടെന്ന് ജയസൂര്യ വീണ്ടും ഓക്കെ ആയിട്ട് വീണ്ടും ഷൂട്ട് ഓമപ്പെണ്ണിൻ്റെ തുടങ്ങിയ സമയത്ത് വിനയൻ കലാഭവൻ മണീനെ വിളിച്ചപ്പോൾ മണിക്ക് പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു കുബേരനും ജെമിനിയും രണ്ടും ഒരുമിച്ച് ഒരേ സമയത്തൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഊമപ്പെണ്ണ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു വലിയൊരു മിസ്സിങ് ആയിരുന്നു എന്നുള്ളത് കലാഭവൻ മണീനെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഊമപ്പെണ്ണിൻ്റെ ഏത് ക്യാരക്ടറാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് അതിൽ ഇവരുടെ ജയസൂര്യയുടെ ഫ്രണ്ട്സായിട്ട് സുധീഷും അതുപോലെ തന്നെ ഹരിശ്രീ അശോകൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, ഒരു കൂനുള്ള ഒരു ക്യാരക്ടർ കണ്ടിട്ടുണ്ട്. ഇനി അതാണോ അതിൽ എനിക്കൊന്ന് ജഗദീഷ് അഭിനയിച്ചിട്ടുണ്ട്, കുറച്ച് പേരൊക്കെ ഉണ്ട്. ഞാൻ അതിൽ വില്ലൻ ക്യാരക്ടറാണ് എനിക്കറിയില്ലെന്ന്. ഞാൻ ഈ അടുത്ത് ഇങ്ങനെ മണിക്കൊരു മിസ്സായ റോൾ എന്ന രീതിയിൽ മാത്രമേ ഞാനത് വായിച്ചിട്ടുള്ളൂ. ഏത് റോളാണെന്നുള്ള ഡീറ്റെയിൽസ് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും കലാഭവൻ മണീനെ കുറിച്ച് പറയാൻ നമുക്ക് ഒരുപാടുണ്ട്. അദ്ദേഹം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെയാണ് നമ്മൾ വിട്ടുപോയത്. ഇപ്പോൾ സമ്മറിൻ ബദൽഹേം സിനിമ റിലീസ് ചെയ്ത ശേഷമൊക്കെ അവർ അതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ സാധ്യതകളെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. മുമ്പ് എവിടെയും ഞാൻ സോഷ്യൽ മീഡിയയിൽ എവിടെ വായിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് അത് അവർ ഒരു ഫേക്ക് കഥയാണെന്ന് തോന്നുന്നു. പക്ഷെ വായിച്ചപ്പോൾ രസകരമായിരുന്നു. അതായത് അതിൽ ഡെന്നീസും അതായത് സുരേഷ് ഗോപിയുടെയും മഞ്ജുവാരുടെ ഒക്കെ ക്യാരക്ടർ, അവരുടെ ഒപ്പം കലാഭവൻ മണിയുടെ മോനായി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ചും മോനായിലൂടെ കഥ മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരു കഥയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ മണി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു സിനിമയ്ക്കൊക്കെ ഒരു സാധ്യത. ഇന്ന് നമ്മൾ ആ സിനിമ ചിന്തിക്കുമ്പോൾ സെക്കൻഡ് പാർട്ടിൽ മോനായി ഇല്ലാതെ എങ്ങനെ ചിന്തിക്കും എന്നുള്ളത് അറിയില്ല. മോനായി അതിലൊരു പ്രധാനമാണ് ശരിക്ക്. അപ്പോൾ എന്തായാലും കലാഭവൻ മണിയുടെ ഇഷ്ടപ്പെട്ട സിനിമകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമകൾ, കഥാപാത്രങ്ങൾ മണിയുടെ നമുക്ക് ഷെയർ ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞു ഓമപ്പെണ്ണിലെ കലാഭവൻ മണി ചെയ്യാനിരുന്നിരുന്ന ആ ഒരു റോള് അത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളത് നമുക്ക് കമൻറ്റ് ചെയ്യാം.